നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. ഞാൻ നല്ല സന്തോഷത്തോടെ വളരെ ഉത്സാഹത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിക്കുന്നത്. അതായത് ഞാൻ ഇതുവരെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടും വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വൈറ്റ് പെറ്റൽസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണ്. മഴയൊക്കെ ഒന്ന് അമർന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ നല്ല മഴയുണ്ട്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും മക്കൾക്കൊക്കെ കളിക്കാനുള്ള സമയവും അതിനുള്ള വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തുണികളൊക്കെ ഉണങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം, ഒരു ഉന്മേഷം ഒക്കെയാണല്ലോ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരിയും ഉഴുന്നുമാണ്. അരി നല്ല ജയൻ്റെ അരിയും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഒരു 8 മണിക്കൂറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നും അതുപോലെ തന്നെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി രണ്ടും നന്നായിട്ടൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കുക. ഉഴുന്ന് വലിയ ഡ്രൈൻ ചെയ്യേണ്ടതെന്നില്ല. നമ്മളുടെ അരി നന്നായിട്ട് ഡ്രൈൻ ചെയ്യണം. നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ പുട്ടിന് പൊടിച്ചെടുക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിക്കണ്ട, ചെറിയൊരു തരിപ്പോട് കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല വലിയൊരു പാത്രം എടുക്കാം. നമുക്ക് പൊങ്ങി വരാനും കൂടി ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 2-3 ബാച്ചായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല തരിപ്പോട് കൂടി നല്ലൊരു പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നേരെ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഉഴുന്ന് അരക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ പൊടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ എത്ര വെള്ളം ചേർത്താലും കുഴപ്പമില്ല. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് പിന്നെയും വീണ്ടും വെള്ളം വേണ്ടി വരും. അപ്പോൾ മിക്സി തന്നെ നന്നായിട്ടൊന്ന് ചുവറ്റി പാർന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. എന്നിട്ടിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ രാത്രി ഒരു വൈകുന്നേരമാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഇത് രാവിലെയാണ് എടുത്ത് നോക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ തട്ടിലേക്കും നമുക്ക് എണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ നമ്മളുടെ മാവിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നന്നായിട്ട് കുത്തി ഉടച്ച് അല്ലെങ്കിൽ കുത്തി അങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മളുടെ പൊങ്ങി വന്നതൊക്കെ പെട്ടെന്ന് തന്നെ അമർന്നു പോകും. എയർ ബബിൾസൊക്കെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് അമരും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എണ്ണ പുരട്ടി കൊടുക്കാം. ഇത് ഏറ്റവും താഴെയുള്ള ഭാഗം കേട്ടോ. അവിടെ ഞാൻ എണ്ണ പുരട്ടുക അല്ലെങ്കിൽ അതിൽ മാവ് ഒഴിക്കുകയോ ചെയ്യാറില്ല. അത് അങ്ങനെ വെക്കുകയാണ് ചെയ്യൽ. കാരണം അതിലേക്ക് വെള്ളം കയറും. അപ്പോൾ ഇഡ്ഡലി എന്തായാലും മോശമാവും. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. അതിന് മുകളിലുള്ള 5 തട്ടിലേക്കും ഒഴിച്ചു കൊടുത്തു. തട്ടിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. അത് ഒരു 1/4 ഭാഗം നിറയണ രൂപത്തിൽ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ തട്ടിൻ്റെ താഴെ വരുന്നതുകൊണ്ട് തന്നെ മുകളിലത്തെ തട്ടിൻ്റെ ആ കുഴിഞ്ഞ ഭാഗം താഴെ പൊങ്ങി വരുമ്പോൾ അതിന് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിറയെ ഒഴിക്കാതെ അല്ലെങ്കിൽ 1/4 കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു കുഴിഭാഗം ഇത് അത്യാവശ്യം കുറഞ്ഞ കുഴിയുള്ളൂ, വലിയ കുഴിയില്ലാത്ത ചെറിയ ഒരു കുഴിയുള്ള ഇഡ്ഡലി തട്ടാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരെ ഇതിലേക്ക് കോർത്ത് കൊടുത്തു. ഇനി നേരെ വെള്ളം തിളക്കണ ആ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുക. അടച്ചു വെച്ചു. ഇനി വിസിൽ വരും. ആ വിസിൽ വരുമ്പോൾ നന്നായിട്ട് വിസിലും ആവിയും വരുമ്പോൾ മാത്രം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് വിസിലടിക്കണുണ്ട്. ഞാൻ തുറന്ന് നോക്കി. നല്ല ആവിയൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്.
നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗം നമ്മളുടെ കയ്യിൽ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്തില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് കയ്യിൽ പറ്റി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല സൂപ്പറായിട്ട് നല്ല പൂ പോലത്തെ ഇഡ്ഡലി തന്നെയാണ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം തന്നെ മാറ്റരുത്, കുറച്ച് സമയം വെച്ചിട്ട് ആറിയതിൻ്റെ ശേഷം മാത്രം മാറ്റി കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം.